ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എന്താണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 എലമെൻ്ററി റോ ഓപ്പറേഷൻസ് അത് ഡിസ്കസ് ചെയ്തു. അത് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആൻഡ് റോ എക്കലോൺ ഫോം. ഈ 2 ടേമുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ 2 സിമ്പിൾ ടേമുകളൊന്നും അറിഞ്ഞിരിക്കണം. എന്താണ് സീറോ റോ, എന്താണ് സീറോ കോളം, ആ 2 കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഒരു റോയെ നമുക്ക് സീറോ റോ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ റോയിലെ കംപ്ലീറ്റ് എലമെൻറ്റും സീറോ ആയിരിക്കണം. കംപ്ലീറ്റ് എലമെൻറ്റ് സീറോ ആയിട്ടുള്ള റോയിനെ മാത്രമേ നമുക്ക് സീറോ റോ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും സീറോ അല്ലാത്തത് ഒരു റോയിലുണ്ടെങ്കിൽ ആ റോ നോൺ സീറോ റോ എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോളത്തിൻ്റെ കേസും ഒരു കോളം കംപ്ലീറ്റ് ആ കോളത്തിലെ എലമെൻറ്റ്സും സീറോ ആണെങ്കിൽ അത് സീറോ കോളമാണ്. കുറഞ്ഞത് ഒരു എലമെൻ്റ് എങ്കിലും സീറോ അല്ലാത്തത് ആ കോളത്തിലുണ്ടെങ്കിൽ ആ കോളത്തിന് നോൺ സീറോ കോളം എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ. അന്നേരം സീറോ കോളവും സീറോ റോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സീറോ ആയിട്ടുള്ള റോയിനെയും കോളത്തിനെയും വിളിക്കുന്ന പേരാണ്. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഡെഫിനിഷൻ നോക്കാം. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആൻഡ് റോ എക്കലോൺ ഫോം. ആദ്യം നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്താണെന്നുള്ളത് നോക്കാം. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഇൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്നും പറയാറുണ്ട്. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഇഫ് ഇറ്റ് ഹാസ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. താഴെ പറയുന്ന 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സുകൾ, ആ മെട്രിക്സിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് വിളിക്കുന്നത്. ഒരു മെട്രിക്സിൻ്റെ സ്ട്രക്ചറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ് എന്ന് പറയാം, അല്ലെങ്കിൽ റോ എക്കലോൺ ഫോമിലാണ് എന്ന് പറയാം. അങ്ങനെ ഒരു മെട്രിക്സ് ഈ പറയപ്പെട്ട ഫോമിലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ദ ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഈസ് എ 1. വി കോൾ ദിസ് എ ലീഡിങ് വൺ. അതായത് ഒരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിൻ്റെ ഒരു റോ, എക്സാമ്പിൾ വെച്ച് തന്നെ ഓരോന്നും പറഞ്ഞു പോകാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ഒരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിൻ്റെ കംപ്ലീറ്റ് സീറോ അല്ലാത്ത ഏത് റോ എടുത്താലും, പ്രത്യേകം ശ്രദ്ധിച്ചോണേ, കംപ്ലീറ്റ് സീറോ അല്ലാത്ത ഏത് റോ എടുത്തു കഴിഞ്ഞാലും, അതായത് ഏത് നോൺ സീറോ റോ എടുത്താലും എന്നർത്ഥം. എന്താണ് സീറോ റോ, എന്താണ് നോൺ സീറോ റോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അന്നേരം ഏത് നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാലും ആ നോൺ സീറോ റോയിൽ ആദ്യത്തെ നോൺ സീറോ ആയിട്ടുള്ള നമ്പർ 1 ആയിരിക്കണം. ആ 1നെയാണ് ലീഡിങ് വൺ എന്ന് വിളിക്കുന്നത്. ഇതാ ഇവിടെ ഓരോ റോ എടുക്കാം. ഇത് നോൺ സീറോ റോ ആണ്, കാര്യം അതിനകത്ത് നോൺ സീറോ നമ്പറുണ്ട്. രണ്ടാമത്തത് നോൺ സീറോ റോ ആണ്, കാര്യം അതിനകത്ത് നോൺ സീറോ നമ്പറുണ്ട്. മൂന്നാമത്തത് നോൺ സീറോ റോ ആണ്, കാര്യം അതിനകത്ത് നോൺ സീറോ നമ്പറുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാൽ ആ നോൺ സീറോ റോയിലെ ആദ്യത്തെ നോൺ സീറോ നമ്പർ, ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ നമ്പർ ഇതാണല്ലോ, രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ നമ്പർ ഇതാണല്ലോ, മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ നമ്പർ ഇതാണല്ലോ. അത് ആദ്യത്തെ നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ആ 1നെയാണ് ലീഡിങ് വൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതാ ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്, ഇത് സീറോ റോ ആണ്, ഇത് സീറോ റോ ആണ്. ഓക്കെ, സീറോ റോ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് സീറോ ആയിരിക്കും. ഒരെണ്ണമെങ്കിലും സീറോ അല്ലാത്ത നമ്പർ ഉണ്ടെങ്കിൽ അത് നോൺ സീറോ റോ ആണ്. ആദ്യത്തെ 2 നോൺ സീറോ റോ ആണ്. ഏത് നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാലും ആ നോൺ സീറോ റോയുടെ ആദ്യത്തെ നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ അത് ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആകാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഈ 1നെ വിളിക്കുന്ന പേരാണ് ലീഡിങ് വൺ. അതും ഓർത്തിരിക്കുക, കാര്യം ലീഡിങ് വൺ എന്താണ് എന്ന് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് ദെയർ ആർ എനി റോസ് ദാറ്റ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ദേ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ അറ്റ് ദി ബോട്ടം ഓഫ് ദി മെട്രിക്സ്. ഇനി ഒരു മെട്രിക്സിൽ ഒരു റോ അത് കംപ്ലീറ്റ് സീറോ ആണെന്ന് വിചാരിക്കുക റോ. ഓക്കെ, അതായത് സീറോ റോ ഉണ്ട് എങ്കിൽ, ഒരു മെട്രിക്സിൽ സീറോ റോ ഉണ്ട് എങ്കിൽ അത് ഏറ്റവും അവസാനമായിട്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നോൺ സീറോ റോയ്ക്ക് മുകളിലായിട്ട് സീറോ റോ വരാൻ പാടില്ല എന്ന് ചുരുക്കം. ഓക്കെ, ഇവിടെ നോക്കുക.
ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതൊരു നോൺ സീറോ റോ ആണ്, തൊട്ട് മുമ്പ് പറഞ്ഞു, അവിടെ ലീഡിങ് വണ്ണും പറഞ്ഞു. അതിന് ശേഷം കിടക്കുന്ന രണ്ടെണ്ണം സീറോ റോ അല്ലേ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത്. സീറോ റോ ഉണ്ട് എങ്കിൽ അത് മസ്റ്റായിട്ടും ഏറ്റവും അവസാനം മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കുക. ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്, ലാസ്റ്റ് ഉള്ളത് സീറോ റോ ആണ്. സീറോ റോ ഉണ്ട് എങ്കിൽ ഏറ്റവും അവസാനമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്, അടുത്ത രണ്ടും സീറോ റോ ആണ്. സീറോ റോ ഉണ്ട് എങ്കിൽ ഏറ്റവും അവസാനമായി മാത്രമേ കാണാൻ പാടുള്ളൂ. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് എനി ടു സക്സസീവ് റോസ് that does not consist entirely of zeros, the leading one in the lower row occurs farther to the right than the leading one in the higher row. വളരെ സിമ്പിളാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് അടുത്തടുത്തുള്ള രണ്ട് നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാൽ, അടുത്തടുത്തുള്ള രണ്ട് നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലീഡിങ് വൺ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ്, ആ ലീഡിങ് വണ്ണുകളുടെ പ്രത്യേകതയാണ് ഈ പറയാൻ പോകുന്നത്. അന്നേരം ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതൊരു നോൺ സീറോ റോ ആണ്. ഓക്കെ, അടുത്തടുത്ത രണ്ട് നോൺ സീറോ റോ ആണല്ലോ ഇത് രണ്ടും. അവിടുത്തെ ലീഡിങ് വണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് ലീഡിങ് വണ്ണ്, ഇത് ലീഡിങ് വണ്ണ്. അന്നേരം ആദ്യത്തെ റോയുടെ ലീഡിങ് വണ്ണിൻ്റെ റൈറ്റിലായിട്ട് മാത്രമേ അതിൻ്റെ തൊട്ടടുത്ത റോയിലെ ലീഡിങ് വൺ വരാൻ പാടുള്ളൂ. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് റോ എടുക്കുക. ഈ രണ്ട് റോയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അടുത്തടുത്തുള്ള രണ്ട് ലീഡിങ് റോ എടുത്തു. അതിൽ ആദ്യത്തെ റോയുടെ ലീഡിങ് വൺ എന്ന് പറയുന്നത് ഇവിടെയല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത റോയിലെ ലീഡിങ് വൺ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയായിട്ടോ ലെഫ്റ്റിലായിട്ടോ വരാൻ പാടില്ല, റൈറ്റിലായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഈ രണ്ട് റോ എടുക്കാം. അടുത്തടുത്തുള്ള രണ്ട് റോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഡിങ് വൺ ഇവിടെയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള നോൺ സീറോ റോ ആണെങ്കിൽ അതിൻ്റെ ലീഡിങ് വൺ എന്ന് പറയുന്നത് ഈ വണ്ണിന് താഴെയായിട്ടോ അതിന് ലെഫ്റ്റിലായിട്ടോ വരാൻ പാടില്ല, റൈറ്റിലായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ, റൈറ്റിലായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതൊരു നോൺ സീറോ റോ ആണ്. ഓക്കെ, രണ്ട് അടുത്തടുത്തുള്ള നോൺ സീറോ റോ, അവിടെയാണിത് ബാധകമാകുന്നത്. ആദ്യത്തെ റോയുടെ ലീഡിങ് വൺ ഇതാണ്. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത റോയുടെ ലീഡിങ് വൺ എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള ലീഡിങ് വണ്ണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. റൈറ്റിലായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത്. ഇനി ഫോർത്ത് കണ്ടീഷൻ, ഈച്ച് കോളം ദാറ്റ് കണ്ടെയ്ൻസ് എ ലീഡിങ് വൺ ഹാസ് സീറോസ് എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. അതായത് ലീഡിങ് വൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ നോൺ സീറോ റോയിലും ലീഡിങ് വൺ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് കോളം എടുത്തു കഴിഞ്ഞാൽ, ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം, അതിന് മാത്രമാണ് പ്രസക്തി. ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം, ഇതാണ് ലീഡിങ് വൺ, ഇതാണ് ഇവിടുത്തെ ലീഡിങ് വൺ. ഓക്കെ, ആ ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഇതാണല്ല. ഓക്കെ, ഇവിടെ ഇതാണല്ലോ ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം. ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിൽ ബാക്കി എല്ലാ എലമെൻറ്റും സീറോ ആയിരിക്കണം. ഇതാണ് ഫോർത്ത് കണ്ടീഷൻ. ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ ബോക്സ് വരച്ചിട്ടിരിക്കുന്ന വൺ ഒഴികെ ബാക്കിയെല്ലാം സീറോ അല്ലേ. ഇവിടെ ഈ റോയിലെ ലീഡിങ് വൺ ആണിത്, സെക്കൻഡ് റോയിലെ ലീഡിങ് വൺ ആണിത്, തേർഡ് റോയിലെ ലീഡിങ് വൺ ആണിത്, ഫോർത്ത് റോയിലെ ലീഡിങ് വൺ ആണിത്. എല്ലാ റോയിലും ലീഡിങ് വൺ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം, ഫസ്റ്റ് കോളം എടുത്തു, അവിടെ ബാക്കിയെല്ലാം സീറോ അല്ലേ. രണ്ടാമത്തെ കോളം എടുത്തു, ബാക്കിയെല്ലാം സീറോ അല്ലേ. മൂന്നാമത്തെ കോളം എടുത്തു, ബാക്കിയെല്ലാം സീറോ അല്ലേ. നാലാമത്തെ കോളം എടുത്തു, ആ വൺ ഒഴികെ ബാക്കിയെല്ലാം സീറോ ആണ്. ഇത്തരത്തിൽ സംഭവിക്കണം എന്നുള്ളതാണ് നാലാമത്തെ കണ്ടീഷൻ. ഈ 4 കാര്യങ്ങൾ ഒരു മെട്രിക്സിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മെട്രിക്സ് റോ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ബ്രീഫായിട്ടൊന്നുകൂടെ പറയാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു മെട്രിക്സിൻ്റെ നോൺ സീറോ റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം. ആ 1നെ നമുക്ക് ലീഡിങ് വൺ എന്ന് വിളിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ, 0 റോസ് ഒരു മെട്രിക്സിലുണ്ട് എങ്കിൽ ആ 0 റോസ് ഏറ്റവും അവസാനമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ.
മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള രണ്ട് നോൺ സീറോ റോസ് ഉണ്ടെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് നോൺ സീറോ റോയിൽ തൊട്ട് മുകളിലുള്ള റോയുടെ ലീഡിങ് വണ്ണിൻ്റെ റൈറ്റിലായിട്ട് മാത്രമേ അതിന് തൊട്ട് താഴെയുള്ള റോയുടെ ലീഡിങ് വൺ വരാൻ പാടുള്ളൂ. ഓക്കെ, നാലാമത്തെ കണ്ടീഷൻ ലീഡിങ് വൺ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ലീഡിങ് വണ്ണുകൾ ഓരോ റോയിലും ലീഡിങ് വൺ ഉണ്ടാകാതിരിക്കാം, എല്ലാ റോയിലും ഉണ്ടാകണമെന്നില്ല. നോൺ സീറോ റോ ഉള്ള എല്ലായിടത്തും ലീഡിങ് വൺ ഉണ്ടായിരിക്കും. ആ ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് കോളം എടുത്താലും ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെൻറ്റും സീറോ ആയിരിക്കണം. ഈ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മെട്രിക്സുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അത് ഏത് ഫോമിലാണെന്ന് വിളിക്കാം. ആ മെട്രിക്സ് ഏത് ഫോമിലാണെന്ന് പറയാം, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ് എന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ മെട്രിക്സ് ഈ സെറ്റ് ടു ബി ഇൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അന്നേരം ഈ 4 കാര്യങ്ങൾ ഒരു മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എപ്പോഴാണ് റോ എക്കലോൺ ഫോം ആകുക എന്ന് പറയുന്നത്? ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കണ്ടീഷനൊന്നും പഠിക്കേണ്ട. ഈ പറഞ്ഞ കണ്ടീഷൻസ് തന്നെ ആദ്യത്തെ 3 എണ്ണം മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതിയാകും. നാലാമത് പറഞ്ഞ എന്താണെന്നറിയാവോ? ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് കോളം എടുത്താലും ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെൻറ്റും സീറോ ആയിരിക്കണം എന്നുള്ളതാണല്ലോ. ഓക്കെ, ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് കോളം എടുത്തു കഴിഞ്ഞാലും ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെൻറ്റും സീറോ ആയിരിക്കണം. അങ്ങനെ എല്ലാം സീറോ ആകണം എന്ന് നിർബന്ധമില്ല. ഏതിനാ? റോ എക്കലോൺ ഫോമിന്. അതായത് നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ആദ്യത്തെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ നമുക്ക് ഏത് ഫോമിലാണെന്ന് പറയാം? റോ എക്കലോൺ ഫോമിലാണ് എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അതിൻ്റെയും എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, നോക്കുക. എക്സാമ്പിൾ ഇതൊരു റോ എക്കലോൺ ഫോമിന് എക്സാമ്പിളാണ്. കാര്യം ഫസ്റ്റ് നോൺ സീറോ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, സെക്കൻഡ് നോൺ സീറോ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, തേർഡ് നോൺ സീറോ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ഇതിനെ ലീഡിങ് വൺ എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ സീറോ റോ ഉണ്ടെങ്കിൽ അത് അവസാനമായിട്ട് വരണം. സീറോ റോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ പ്രസക്തിയില്ല. മൂന്നാമത്തെ കണ്ടീഷൻ അടുത്തടുത്തുള്ള ഏത് 2 റോ എടുത്തു കഴിഞ്ഞാലും തൊട്ട് മുകളിലുള്ള ലീഡിങ് വണ്ണിൻ്റെ റൈറ്റിലായിട്ട് തൊട്ട് താഴെയുള്ള ലീഡിങ് വൺ വരാൻ പാടുള്ളൂ. അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ലീഡിങ് വൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് കോളം എടുത്തു കഴിഞ്ഞാലും ആ കോളത്തിലുള്ള എല്ലാ എലമെൻറ്റുകളും സീറോ ആയിരിക്കണം. പക്ഷേ ഇവിടെ എല്ലാ എലമെൻറ്റും സീറോ ആണോ? ഫസ്റ്റ് കോളത്തിൽ ഓക്കെയാണ്. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ ലീഡിങ് വണ്ണിന് താഴെ സീറോ ആണ്, മുകളിൽ സീറോ ആണോ? അല്ല, 4 കിടക്കുന്നത്. അങ്ങനെ സീറോ ആകണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അത് നാലാമത്തെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെന്നില്ല. ബാക്കി 3 ഹോൾഡ് ചെയ്താൽ അത്തരത്തിലുള്ള ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റോ എക്കലോൺ ഫോം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ മൂന്നാമത്തെ കണ്ടീഷന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ലീഡിങ് വൺ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ, ലീഡിങ് വൺ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഡിങ് വണ്ണിന് താഴെയായിട്ട് കംപ്ലീറ്റ് സീറോ ആയിരിക്കും വരുന്നത് എല്ലായ്പ്പോഴും. ഓക്കെ, ഈ റോ എക്കലോൺ ഫോമിൽ ലീഡിങ് വണ്ണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള എല്ലാം സീറോ ആയിരിക്കും. ഇത് ലീഡിങ് വണ്ണാണ്, ഇത് ലീഡിങ് വണ്ണാണ്. ഓക്കെ, ഇതും ലീഡിങ് വണ്ണാണ്. ഈ ലീഡിങ് വണ്ണുകളെല്ലാം ഇപ്പോൾ സ്റ്റെപ്പ് ഫോമിലും ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ 1 വരച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു സ്റ്റെപ്പ് ഫോമിലായിട്ട് വരും. അതിന് താഴെയുള്ള എല്ലാം സീറോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിനൊന്നും കാര്യമില്ല. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിനെ പറ്റി പറഞ്ഞു. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് വെച്ചാൽ ഈ ആദ്യം പറഞ്ഞ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇനി റോ എക്കലോൺ ഫോമിന് ആദ്യത്തെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റോ എക്കലോൺ ഫോമാണ്. ഇനി ഈ റോ എക്കലോൺ ഫോമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് റോ എക്കലോൺ ഫോമിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഏതൊരു റോ എടുത്തു കഴിഞ്ഞാലും ആ റോയിൽ ഏതൊരു നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം. അതിനെ ലീഡിങ് വൺ എന്നല്ലേ വിളിക്കുന്നത്. അത് റോ എക്കലോൺ ഫോമിന് കമ്പൽസറി അല്ല. അത് 1 ആകണം എന്ന് കമ്പൽസറി അല്ല.
പക്ഷെ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റിൽ ഓതർ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, 1 ആക്കണം എന്നും പറഞ്ഞ് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ്. എലമെൻ്ററി ലീനിയർ ഓൾജിബ്ര അതിനകത്ത് ഹൊവാർഡ് ആൻറ്റൺ ആൻഡ് ക്രിസ് റോൾസ് അവരുടെ ടെക്സ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ടെക്സ്റ്റിൽ പക്ഷേ റോ എക്കലോൺ ഫോമിൽ ഓരോ നോൺ സീറോ റോയിലെയും ആദ്യത്തെ എലമെൻറ്റ് 1 ആക്കണം എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ മറ്റ് പല ടെക്സ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 1 ആക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഈ 2 രീതിയിൽ വന്നാലും അത് റോ എക്കലോൺ ഫോമിന് എന്താണ്, ഏത് നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാലും അതിൽ ആദ്യത്തെ എലമെൻറ്റ് 1 ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് എക്സ്ട്രാ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ അഡീഷണലായിട്ട് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ വായിക്കുമ്പോൾ ഒരു ചിലപ്പോൾ ആശയക്കുഴപ്പം വരാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. 1 ആകണമെന്ന് നിർബന്ധമില്ല. ഏതിനാണ്? റോ എക്കലോൺ ഫോമിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന് ആദ്യം പറഞ്ഞ 4 കണ്ടീഷനും ഹോൾഡ് ചെയ്തേ മതിയാകും. റോ എക്കലോൺ ഫോമിൽ ആദ്യത്തെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ആദ്യത്തെ കണ്ടീഷനിൽ ഒരു എക്സെപ്ഷൻ, അതായത് ഓരോ നോൺ സീറോ റോയിലും ആദ്യത്തെ നോൺ സീറോ നമ്പർ 1 ആകണം, ലീഡിങ് 1 അതിനെ ലീഡിങ് 1 എന്ന് വിളിക്കും. ആ 1 ആകണം എന്ന് നിർബന്ധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഓക്കെ, 1 അല്ല എങ്കിലും അത് എന്ത് തന്നെയാണ്, റോ എക്കലോൺ ഫോം തന്നെയാണ് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉടനീളം എല്ലായിടത്തും എന്താക്കിയേ പഠിക്കത്തുള്ളൂ. ഈ ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകത്തുള്ളൂ. അതായത് 1 ആക്കി തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അന്നേരം ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള മെട്രിക്സുകൾ വിളിക്കുന്ന പേര് കൂടി ഒന്ന് പറയാം. എ മെട്രിക്സ് ഇൻ റോ എക്കലോൺ ഫോം ഈസ് കോൾഡ് ആൻ എക്കലോൺ മെട്രിക്സ്. ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലായി കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ നമുക്ക് എക്കലോൺ മെട്രിക്സ് എന്ന് വിളിക്കാം. ഇനി ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായി കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ നമുക്ക് റെഡ്യൂസ്ഡ് എക്കലോൺ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ, ആ 2 പേര് കൂടി ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു റോ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഏതൊരു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമും എന്ത് തന്നെയാണ്, റോ എക്കലോൺ ഫോമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എ മെട്രിക്സ് ഇൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഈസ് ഓഫ് നെസസിറ്റി ഇൻ റോ എക്കലോൺ ഫോം ബട്ട് നോട്ട് കോൺവേഴ്സ്ലി. അതായത് ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണെന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ അത് ഏതും തന്നെയാണ്, റോ എക്കലോൺ ഫോമിലുമാണ്. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണെങ്കിൽ അത് മസ്റ്റായിട്ടും റോ എക്കലോൺ ഫോമിലുമാണ്. പക്ഷേ റോ എക്കലോൺ ഫോമിലായ ഒരു മെട്രിക്സ് എന്താകണമെന്നില്ല, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആകണമെന്നില്ല. കോൺവേഴ്സ് ട്രൂ അല്ല. ഓക്കെ, കോൺവേഴ്സ് ട്രൂ അല്ല, നേരെ തിരിച്ച് ട്രൂ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അന്നേരം അതുകൂടി ഈ അവസരത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് അറിഞ്ഞിരിക്കും. എക്സാമ്പിൾസ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്ന എക്സാമ്പിൾ ഇനി ഓരോന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓരോ എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് റോ എക്കലോൺ ഫോമിന് എക്സാമ്പിളാണ്. റോ എക്കലോൺ ഫോം ആകുമ്പം ആദ്യത്തെ 3 കാര്യങ്ങൾ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ കണ്ടീഷന് ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചു. ആ ഒന്നാമത്തെ കണ്ടീഷൻ്റെ എക്സെപ്ഷൻ പക്ഷേ നമുക്കത് തുടർന്ന് അങ്ങോട്ട് ബാധകമല്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചു. ഓക്കെ, അന്നേരം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അറിഞ്ഞിരിക്കുക. തൽക്കാലം ഇത്ര നിൽക്കട്ടെ. ഈ ഫോമുകളെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഈ ഫോമിലോട്ട് മാറ്റണം. ഈ ഫോമിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുണ്ട്, അത് ഒരു ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. അതറിഞ്ഞാൽ ഈ മൊഡ്യൂൾ നിങ്ങൾ വിജയിച്ചു. കാര്യം ഈ ഫോമിലോട്ട് റോ എക്കലോൺ ഫോമിലോട്ടോ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ടോ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അൺനോൺസിൻ്റെ സൊല്യൂഷൻ. അത് കണ്ടെത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ മെട്രിക്സിനെ നമുക്ക് ഈ ഫോമിലോട്ട് മാറ്റാൻ സാധിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.